അഞ്ചുമൂല പാലത്തറ ഗേറ്റിൻ്റെ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഞാൻ അക്കാര്യം ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത കോൺട്രാക്ടർക്കാണല്ലോ കൊടുക്കാൻ പറ്റുക. അങ്ങനെയാണല്ലോ ഇയാൾ വന്നത്. കാസർഗോട്ടുകാരനാണ്, നമുക്കാർക്കും ഒരു മുൻപരിചയമുള്ള ആളല്ല. തുടക്കം മുതൽ തന്നെ പ്രവൃത്തിയിലൊരു ഉഴപ്പ് ശ്രദ്ധയപ്പെട്ടിരുന്നു. പക്ഷേ നിയമപ്രകാരം എഗ്രിമെൻറ്റിൽ പറയുന്ന കാലാവധി കഴിഞ്ഞാലേ മറ്റു നടപടി സ്വീകരിക്കാൻ പറ്റും. എഗ്രിമെൻറ്റിൽ കഴിഞ്ഞ് പറഞ്ഞ കാലാവധി പൂർത്തിയായപ്പോൾ പണി നിശ്ചിത ശതമാനം പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തും അയാൾ പണി ആരംഭിച്ചു. അപ്പോൾ മറ്റു നടപടികളിലേക്ക് ഇറക്കാൻ പറ്റില്ല. അതിനിടയിൽ അതിനു മുമ്പ് തന്നെ ഒരു ഘട്ടത്തിൽ പണി നിർത്തിപ്പോയപ്പോൾ വീട്ടിലേക്ക് ആളെ പറഞ്ഞു വെച്ചിട്ടാണ് പിടിച്ചുകൊണ്ടുവന്നത്. അത്ര വലിയ ഇടപെടൽ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോട്ടീസ് കൊടുത്ത സമയത്ത് വീണ്ടും വന്ന് പണി ആരംഭിച്ചു, ഇന്റർലോക്ക് വിരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും നിർത്തിപ്പോയി. അപ്പോൾ ടെർമിനേറ്റ് ചെയ്യാൻ, ഇയാളെ ഒഴിവാക്കാനുള്ള നോട്ടീസ് PWD കൊടുത്തപ്പോൾ അതിനെതിരെ ഇയാൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ഞാൻ തന്നെ പ്രത്യേകം ഇടപെട്ടിട്ട് PWD സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ കോടതിയെ സമീപിച്ചു. അതിലാണ് ഇന്നലെ ഉത്തരവ് വന്നത്. ഇന്നലെ കോടതി പറഞ്ഞിട്ടുള്ളത് 10 ദിവസം ആദ്യം ഇയാൾക്ക് സമയം കൊടുത്തു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ. 10 ദിവസത്തിനുള്ളിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. ആ റെപ്രസെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഒരു സമയക്രമം നിശ്ചയിച്ച് ഇയാളെ അറിയിക്കണം. ഫലത്തിൽ 17 ദിവസത്തെ സമയം പണി തുടങ്ങാൻ കൊടുത്തിട്ടുണ്ട് കോടതി. പണി തുടങ്ങാൻ ആ 17 ദിവസം കഴിഞ്ഞ് പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഈ നടപടിക്രമങ്ങളൊന്നും അയാൾ പാലിച്ചിട്ടില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒട്ടും സമയം പാഴാവാതിരിക്കാൻ വേണ്ടി കോടതി ഉത്തരവ് കിട്ടി ഇന്നലെ തന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. റെപ്രസെൻറ്റേഷൻ എത്രയും പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നിരന്തരം ദൈനംദിനം എന്നോണം ഞാൻ നേരിട്ട് മറ്റ് പല തിരക്കുകൾക്കിടയിൽ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ നിയമാനുസൃതം മാത്രമേ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. നിയമാനുസൃതമാണ് സർക്കാർ പ്രവർത്തിച്ചത്. ഇപ്പോൾ കോടതിയുടെ മുമ്പിലാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് ശരിയാണ്. അത് സർക്കാരിൻ്റെ എന്തെങ്കിലും വീഴ്ച കൊണ്ടല്ല. സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള വീഴ്ചയും ആ റോഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ നിർഭാഗ്യത്തിന് എത്രയോ റോഡുകളുടെ നിർമ്മാണം, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തൃത്താല മണ്ഡലത്തിൽ നടക്കുന്നു. അവിടെയൊന്നും ഇല്ലാത്ത തരത്തിൽ ഇങ്ങനെ ഒരു കോൺട്രാക്ടർ നമ്മുടെ തലയിൽ വന്ന് വീണുപോയി എന്നത് നമ്മുടെ ഒരു നിർഭാഗ്യമായിരുന്നു. ഒറ്റ അനുഭവമാണ്, തൃത്താല മണ്ഡലത്തിലെ ഏക അനുഭവമാണ് ഇത് ഉണ്ടായത്. രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമിക്കുന്നുണ്ട്. കിട്ടിയ അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ. അപ്പോൾ കോൺട്രാക്ടറുടെ വീഴ്ചയാണെങ്കിലും സർക്കാരിൻ്റേത് എന്ന് ചിത്രീകരിക്കാനാണ് താല്പര്യം. അപ്പോൾ ആ രാഷ്ട്രീയ മുതലെടുപ്പിനെ കുറിച്ച് ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല. 2020 ഞാൻ 21 MLA വന്നത്. 2020 അവിടെ നാട്ടുകാർ ഉപരോധിച്ചിട്ടുണ്ട്. റോഡ് 2020 ഉപരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ന്യായീകരിച്ചവർ ഇപ്പോൾ കോൺട്രാക്ടറുടെ വീഴ്ച മറിച്ച് സർക്കാരിനെതിരെ രംഗത്ത് വരികയാണ്. അന്ന് പൊളിഞ്ഞു കിടക്കുന്നത് മറ്റേ ദീപസ്തംഭ മഹാശ്ചര്യം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് ഇപ്പോൾ കോൺട്രാക്ടറുടെ വീഴ്ചയുടെ പേരിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ മറ്റു തർക്കത്തിലിരിക്കുന്നില്ല. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. വീഴ്ച കോൺട്രാക്ടറുടേതാണെങ്കിലും ജനങ്ങൾക്ക് വലിയ അപരിഹാര്യമായിട്ടുള്ള പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ മുമ്പിലുള്ള പ്രയോറിറ്റി അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളത്. കോടതി പറഞ്ഞതിനകത്ത് നിന്നുകൊണ്ട് പരിഹരിക്കേണ്ട നടപടി. പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി. അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ്, പടിഞ്ഞാറങ്ങാടി.